ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. KVS കുറെ വേക്കൻസീസ് ഇറങ്ങിയിട്ടുണ്ട്. കേന്ദ്ര വിദ്യാലയ സംഘടൻ ആൻഡ് നവോദയ വിദ്യാലയയിൽ കുറെ വേക്കൻസീസ് ഇറങ്ങിയിട്ടുണ്ട്. മൊത്തം 9162 വേക്കൻസീസ് ഇറങ്ങിയിട്ടുണ്ട്. ഏതൊക്കെ വേക്കൻസീസ് ഉണ്ട്, എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത്, എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. വരൂ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ നമുക്ക് കേന്ദ്ര വിദ്യാലയ സംഘടൻ ആൻഡ് നവോദയ വിദ്യാലയയിൽ നമുക്ക് വേക്കൻസീസ് കിടക്കുകയാണ്. ഇത് വന്നിട്ട് ഗവൺമെന്റിന്റെ ഓൾ ഓവർ ഇന്ത്യയിലുള്ള ഒരു വേക്കൻസിയാണ്. 14,600 വേക്കൻസീസ് ഉണ്ട്. ഇനി നമുക്ക് വേക്കൻസീസിനെ കുറിച്ച് കാണാം. ഇവിടെ നമുക്ക് അസിസ്റ്റന്റ് കമ്മീഷണറുടെ വേക്കൻസീസ് കാണാൻ പറ്റും. ഇവിടെ കേന്ദ്ര വിദ്യാലയം നവോദയ വിദ്യാലയന്റെ വേക്കൻസീസ് കിടക്കുന്നുണ്ട്, അസിസ്റ്റന്റ് കമ്മീഷണർ. അതിനുശേഷം പ്രിൻസിപ്പളിന്റെ വേക്കൻസീസ് കിടക്കുകയാണ്. ഇവിടെ വന്നിട്ട് കേന്ദ്ര വിദ്യാലയയിൽ 134 വേക്കൻസീസ് ഉണ്ട്. എന്നിട്ട് നവോദയ വിദ്യാലയയിൽ 93 വേക്കൻസീസ് കിടക്കുകയാണ്. ഇവിടെ ഓരോ വേക്കൻസീസ് വന്നിട്ട് പിരിച്ചു കൊടുത്തിരിക്കുകയാണ്. OBCന് തനിയ, SCന് തനിയ, STന് തനിയ, ഓരോ കാസ്റ്റിനും തനി വേക്കൻസീസ് ആണ് കിടക്കുകയാണ്. അതിനുശേഷം ഇവിടെ വൈസ് പ്രിൻസിപ്പളിന്റെ വേക്കൻസീസ് കിടക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ടീച്ചേഴ്സിന് വേക്കൻസി കിടക്കുകയാണ്. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് വേക്കൻസീസ് നോക്കാം. ഹിന്ദി, ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്, കോമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ്, ബയോടെക്നോളജി, ഇതൊക്കെ ഫുള്ളും നിങ്ങൾക്ക് വേക്കൻസി കിടക്കുകയാണ്. ഇത് ഫുള്ളും കേന്ദ്ര വിദ്യാലയ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിന്റെ വേക്കൻസിയാണ്. ഇനി നമുക്ക് നവോദയ വിദ്യാലയ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിന്റെ വേക്കൻസികൾ കാണാം. അതേപോലെ തന്നെ ഇതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റുകൾ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഫിസിക്സ് എഡ്യൂക്കേഷന്റെ വേക്കൻസീസും കിടക്കുന്നുണ്ട്, മെയിൽ ഫീമെയിലിനും. ഇവിടെ നോക്കിയാൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിന്റെ മോഡൽ ഇന്ത്യൻ ലാംഗ്വേജിന്റെ നവോദയ വിദ്യാലയയിലൂടെ നമുക്ക് വേക്കൻസീസ് കാണാൻ പറ്റും. ഏതൊക്കെ സബ്ജക്റ്റ് എന്ന് നോക്കിയാൽ തമിഴ്, തെലുഗു, ഉറുദു, ബംഗാളി, മറാഠി, ഇതൊക്കെ വേക്കൻസീസ് ഇവിടെ കിടക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് കേന്ദ്ര വിദ്യാലയയിൽ ട്രെയിൻഡ് ഗ്രാജുവേറ്റഡ് ടീച്ചേഴ്സിനുള്ള വേക്കൻസീസ് ഇവിടെ കിടക്കുകയാണ്. ഏതൊക്കെ പോസ്റ്റ് എന്ന് നോക്കിയാൽ ഹിന്ദി, ഇംഗ്ലീഷ്, സംസ്കൃത്, സോഷ്യൽ സ്റ്റഡീസ്, മാത്തമാറ്റിക്സ്, സയൻസ്, ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനുശേഷം ഇവിടെ ലൈബ്രറിയിലെ കേന്ദ്ര വിദ്യാലയയിൽ വേക്കൻസീസ് കിടക്കുകയാണ്. ഇതിൽ മൊത്തം 147 വേക്കൻസീസ് കിടക്കുകയാണ്. നെക്സ്റ്റ് നവോദയ വിദ്യാലയയിൽ ട്രെയിൻഡ് ഗ്രാജുവേറ്റഡ് ടീച്ചേഴ്സിന് 12 സബ്ജക്ട് വേക്കൻസീസ് കിടക്കുകയാണ്. അതിനുശേഷം നവോദയ വിദ്യാലയയിൽ ട്രെയിൻഡ് ഗ്രാജുവേറ്റഡ് ടീച്ചേഴ്സിന്റെ തേർഡ് ലാംഗ്വേജ്, ഇവിടെ ഫുള്ളും സബ്ജക്ട് ലാംഗ്വേജ് വൈസ് കൊടുത്തിരിക്കുകയാണ് വേക്കൻസീസ്. അതിനുശേഷം പ്രൈമറി ടീച്ചേഴ്സിൽ കേന്ദ്ര വിദ്യാലയത്തിൽ ഒരുപാട് വേക്കൻസീസ് കിടക്കുകയാണ്. ഏതൊക്കെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ എഡ്യൂക്കേറ്റഡ്, PRTയിൽ മ്യൂസിക്കിന്റെ വേക്കൻസീസ് കിടക്കുകയാണ്. ഓക്കെ. അതിനുശേഷം നോൺ ടീച്ചിങ് സ്റ്റാഫിന്റെ കേന്ദ്ര വിദ്യാലയ വേക്കൻസീസ് കിടക്കുകയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ഫിനാൻഷ്യൽ ഓഫീസർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, ജൂനിയർ ട്രാൻസ്ലേറ്റർ, ഇതേപോലെ ഒരുപാട് വേക്കൻസീസ് കിടക്കുകയാണ്. ഇത് വന്നിട്ട് നിങ്ങൾക്ക് കേന്ദ്ര വിദ്യാലയയിലെ നോൺ ടീച്ചിങ് പോസ്റ്റുകളാണ്. അതേപോലെ നിങ്ങൾക്ക് നവോദയ വിദ്യാലയയിൽ നോൺ ടീച്ചിങ് പോസ്റ്റുകൾ കിടക്കുകയാണ്. ഇവിടെ 4 സൈസ് പോസ്റ്റ് വേക്കൻസീസ് കിടക്കുകയാണ്. സോ അങ്ങനെ മൊത്തത്തിൽ നിങ്ങൾക്ക് 14,967 വേക്കൻസീസ് കിടക്കുകയാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ 15,000ന്റെ അടുത്ത് വേക്കൻസീസ് ആണ് കിടക്കുന്നത്. സോ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ജോബ് അനുസരിച്ച് ഏജ് ലിമിറ്റ്, അടുത്ത് ജോബിന്റെ സാലറി എത്രയാണ്, എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് അസിസ്റ്റന്റ് കമ്മീഷണറിൽ നവോദയ വിദ്യാലയയിൽ സാലറിയെ കുറിച്ച് നോക്കിയാൽ 78,000 സാലറി നിങ്ങൾക്ക് തരെയാണ്, മന്ത്ലി സാലറി. അതിനുശേഷം ഏജ് ലിമിറ്റ് എന്ന് വെച്ചാൽ 45 വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ മാസ്റ്റേഴ്സ് അതോ BEd പഠിച്ചിരിക്കുകയാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതിനുശേഷം 3 വർഷം പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്തിരിക്കണമെന്ന് ഇവിടെ എഴുതിയിരിക്കുകയാണ്. ഓക്കെ. അതിനുശേഷം ഡെസറബിൾ എക്സ്പീരിയൻസ് ചോദിച്ചിരിക്കുകയാണ് നവോദയ വിദ്യാലയയിൽ. ഈ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മുന്നേറ്റങ്ങൾ കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ പ്രിൻസിപ്പളിന്റെ പോസ്റ്റിൽ ഏജ് ലിമിറ്റ് ഉണ്ട്, 35 to 50 വയസ്സ് വരെ ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാസ്റ്റേഴ്സ് ഡിഗ്രി, BEd ഡിഗ്രി വേണം. അതേപോലെ 3 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർ അപ്ലൈ ചെയ്യാം. ഓക്കെ. ഇവിടെ നിങ്ങൾക്ക് വൈസ് പ്രിൻസിപ്പളിന്റെ വേക്കൻസി കിടക്കുകയാണ് കേന്ദ്ര വിദ്യാലയയിലെ. ഇവിടെ നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് ആണ് 35 വയസ്സ് to 45 വയസ്സ് വരെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് അതോ BEd ഡിഗ്രി അപ്ലൈ ചെയ്യാൻ പറ്റും. അതിനുശേഷം പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിനുള്ള വേക്കൻസിയാണ്, നോട്ട് ചെയ്യുക. ഇത് വന്നിട്ട് നിങ്ങൾക്ക് 40 വയസ്സിന്റെ മുകളിലുള്ള ആൾക്കാർ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങളെ സാലറി ലെവൽ 47,600 രൂപ സ്റ്റാർട്ടിംഗ് ആണ്. ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റഗ്രേറ്റഡ് പോസ്റ്റ് ഗ്രാജുവേറ്റഡ് കോഴ്സ് ചെയ്തിരിക്കണം NCTEയിൽ. എന്ന് വെച്ചാൽ UG PG ചെയ്തിരിക്കുന്നവര് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതും 50% മാർക്ക് ഉണ്ടാകണം. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ മാസ്റ്റർ ഡിഗ്രീസ് അതോ BEd ഡിഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. അതും എന്തൊക്കെ സബ്ജക്റ്റിനുള്ള കാര്യങ്ങൾ കൊടുത്തിരിക്കുകയാണെന്ന് നിങ്ങളൊന്ന് നോക്കാം. ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നു, ഹിന്ദി കൊടുത്തിരിക്കുന്നു, അതിനുശേഷം മാത്തമാറ്റിക്സ്, എക്കണോമിക്, ഹിസ്റ്ററി, ജോഗ്രഫി, കോമേഴ്സ്, ബയോളജി, ടെക്നോളജി എല്ലാം കൊടുത്തിരിക്കുകയാണ്. സോ
ഇതിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും പോസ്റ്റുകൾ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റും. അതും നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റുകൾ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നെല്ലാം കൊടുത്തിരിക്കുന്നു. അതിനുശേഷം ഇവിടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിനുള്ള വേക്കൻസീസ് കിടക്കുകയാണ്. കമ്പ്യൂട്ടർ സയൻസ്, ഫിസിക്സ് എഡ്യൂക്കേഷനിലുള്ള വേക്കൻസികളാണ്. ഇവിടെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിൽ ഏതൊക്കെ ക്വാളിഫിക്കേഷനിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ കിടക്കുന്നുണ്ട്. MSc പഠിച്ചിരിക്കുന്ന, BSc, B.Ed പഠിച്ചിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് ഏജ് ലിമിറ്റ് ഉണ്ട്. 40 വയസ്സിൻ്റെ മുകളിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിനുശേഷം PGT ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ വേക്കൻസീസ് കിടക്കുകയാണ്. മെയിൽ ആൻഡ് ഫീമെയിലിന് നവോദയ വിദ്യാലയയിൽ. ഇവിടെ നിങ്ങൾ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഡിഗ്രിയും കഴിഞ്ഞവരും അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ എല്ലാത്തിനും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ട് ഡിഗ്രിയും അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് പഠിച്ചിരിക്കണം. സോ അങ്ങനത്തെ പേര് മാത്രം തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുകയാണ്. ഏതൊക്കെ വാക്കൻസീസ് എല്ലാം നിങ്ങൾക്ക് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓരോ പോസ്റ്റുകൾ അപ്ലൈ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റിന്റെ വാക്കൻസി കിടക്കുകയാണ്. ഇവിടെ നിങ്ങൾ 12th കംപ്ലീറ്റഡ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ 27 ഏജിന്റെ മുകളിലുള്ള ആൾക്കാരെ അപ്ലൈ ചെയ്യാൻ പറ്റും. എന്നിട്ട് ടൈപ്പ് റൈറ്റിംഗ് കൂടെ നല്ലോണം വേണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ ലാബ് അറ്റൻഡന്റിന് 10th പാസ്സായി മാത്രം മതി ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഏജ് ലിമിറ്റ് 30 years ആണ്. ഇവിടെ ഇതേപോലെ നിങ്ങൾക്ക് ഒരുപാട് രീതിയിൽ വാക്കൻസീസ് കിടക്കുകയാണ്. നിങ്ങൾ ഓരോന്ന് നോക്കിയിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ഓരോ കാസ്റ്റ് വൈസ് ആണ് വാക്കൻസീസ് കൊടുത്തിരിക്കുകയാണ്. സോ ഇവിടെ ഓരോ വാക്കൻസീസ് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതേപോലെ അപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് വന്നിട്ട് December 4 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിന് മുമ്പേ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. സോ ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ പോസ്റ്റിനും ഓരോ ഫീസുകളാണ് കാണിച്ചിരിക്കുന്നത്. ഫീസുകൾ കുറച്ച് കൂടുതൽ തന്നെ, പക്ഷെ പോസ്റ്റുകളൊന്ന് ചെക്ക് ചെയ്ത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ അപ്ലൈ ചെയ്യേണ്ട ഓരോ ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുകയാണ്. ചെക്ക് ചെയ്തിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഇതാണ്. ഇവിടെ നിങ്ങൾ രജിസ്ട്രേഷൻ യുവർ സെൽഫ് എന്ന് കൊടുത്തിട്ട് ഇവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനുശേഷം ലോഗിൻ ചെയ്തിട്ട് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ ട്രൈ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ഇനി ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി നമുക്ക് ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലൂടെ കാണാം. അത്രയും ബൈ.